അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ആളുകൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രഷർ ഇല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കുക. അത് ഇതൊരു ജോലിയാണ് അവർക്ക് തോന്നരുത് എൻഡ് ഓഫ് ദ ഡേ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു സ്വപ്നത്തിൽ പെട്ടിട്ടുള്ളതാണ് ഈ ഷിബിലിന്റെ ടീമിലുള്ള ആ ഒരു ഏജൻസിയിലേക്ക് ഒന്ന് കയറി പറ്റണം. 4 പേരുടെയും ഒപ്പീനിയനെ നമ്മൾ വാല്യൂ കൊടുക്കാറുണ്ട്. പാർട്ണർഷിപ്പ് എപ്പോഴും പ്രശ്നം വരുന്നൊരു പോയിന്റ് അതാ. 4 ഐഡിയാസ് ആണ്, 4 ഒപ്പീനിയൻസ് ആണ് വരല്. പക്ഷെ 4 എണ്ണത്തിനെടുത്ത് ബെസ്റ്റ് ആയിട്ടൊന്നും എടുക്കും, ബാലൻസ് ചെയ്തൊരു സാധനം നമ്മൾ പിടിക്കാറില്ല. വേണം അങ്ങനെയൊന്നും നമ്മൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിഗ്രി വരെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല, ടു ബി ഓണസ്റ്റ്. വളരെ നോർമലായിട്ട് നമ്മൾ പറയും കറങ്ങുന്ന കസേരയും ഫാനും AC ഉണ്ടെങ്കിൽ ഓക്കെയാണ് നമ്മളെന്ന് പറഞ്ഞ മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രോളും റീൽസ് ഒക്കെ നമ്മൾ കാണലുണ്ട്. ഒരു ബിസിനസ്മാന്റെ വൈഫ് ആവാന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അവരെ കിട്ടൂല എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ അതൊരു ഫാക്റ്റ് ആണോ? അതായത് ഒരു 55 വയസ്സായ കാക്ക നമ്മളവിടെ പഠിച്ചു എന്ന് പറഞ്ഞു ഒരു ഇംഗ്ലീഷിൽ ഫുൾ ഇംഗ്ലീഷിൽ ഒരു 1.5 മിനിറ്റ് ഒരു സെൽഫി വീഡിയോ എടുത്ത് അയച്ചു തരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഭയങ്കര വലിയ ഫാക്ടറാണ്. നമ്മളൊരു മോശം കാര്യത്തിലേക്കാണ് പോകുന്നത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ നിന്റെ ഉമ്മ ഇപ്പം ഇത് ലൈവായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, അവർക്ക് എന്താ തോന്നാന്ന് നമ്മൾ ബാക്ക് വെക്കൂലേ? ആ സെയിം സാധനം നമ്മൾ ചെയ്യുന്നത്. ഈ ട്രോളുകളിലും സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. എത്ര വലിയ വമ്പനാണെങ്കിലും മൂപ്പരൊന്ന് അടിവയറ്റാന് ഇംഗ്ലീഷിൽ 2 വാക്ക് സംസാരിച്ചാൽ മതി. ഞാനടക്കമുള്ള നമ്മുടെ മലയാളികളുടെ പേടി സ്വപ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കാന്നുള്ളതായിരിക്കും. ചില ആൾക്കാരുടെ സംസാരിക്കുന്ന ആൾക്കാർ അടിപൊളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും പേടിക്കുന്നവർ പിന്നെയും ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റാതെ ഇവൻ അറിയുന്ന കാര്യങ്ങൾ പോലും മര്യാദക്ക് പറയാൻ പറ്റാത്ത ഒരു സ്പെഷ്യാലിറ്റി പലപ്പോഴും ഇംഗ്ലീഷിനുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആൾക്കാർ എപ്പോഴും പറയുന്നത് ഇംഗ്ലീഷിനെ പോലെ പഠിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഭാഷ വേറെ ഇല്ല എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഇന്നുള്ളത് മിസ്റ്റർ ഷിബിലിയാണ്. ഇംഗ്ലീഷ് കഫേൻ്റെ ഫൗണ്ടറിൽ ഒരാളാണ്. ഒരുപാട് ഹോണറോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഴുതും വായിക്കും. പക്ഷെ സംസാരിക്കാൻ വരുന്ന സമയത്ത് കൗവാവുന്നൊരു പ്രത്യേകതരം ഒരു സംഭവം ഇംഗ്ലീഷിന് മാത്രം ഉള്ളതാണ്. ആക്ച്വലി ഇംഗ്ലീഷ് പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആണോ? നമുക്ക് മലയാളം നമ്മൾ പഠിച്ചത് നമ്മൾ സംസാരിച്ചിട്ടല്ലേ, നമ്മൾ അങ്ങനെ പഠിച്ചത് ഇതാണ്. നമ്മളിപ്പോഴും ഇംഗ്ലീഷിനെ ലാംഗ്വേജ് ആയിട്ട് കാണാത്തതിന്റെ പ്രോബ്ലമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. നമ്മളിപ്പോഴും അതിനെ സബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് മാത്രമായിട്ടാണ് ലാംഗ്വേജിന്. ഈവൻ സ്കൂൾ ഡേയ്സിലാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എസ്സേ എഴുതാൻ പഠിപ്പിക്കുക, ഡയറി എഴുതാൻ പഠിപ്പിക്കുക, അവിടെ സംസാരിപ്പിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ പ്രോബ്ലം നമുക്ക് എപ്പോഴും ആളുകൾക്ക് കോൺഫിഡൻ്റ് ആയി സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇംഗ്ലീഷിനെ ലാംഗ്വേജ് ആയിട്ട് കാണുന്നില്ല എന്നല്ല. അതിന് മലയാളം പോലത്തെ ഒരു ലാംഗ്വേജ് ആണ്. അതിനങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ്. അല്ലാതെ ഭയങ്കര വലിയ സംഭവം ഒന്നല്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഇതില് ഞാനിനി വേറൊരു പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് കഫേന്റെ ഫൗണ്ടർ ആണ് നിങ്ങള്. അപ്പം ഒരു ഓൺട്രപ്രണർ ആവുന്നതിന് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പം നിങ്ങളുടെ കഥകൾ കേൾക്കുന്ന സമയത്ത് ഒരു 4 ചങ്ങാതിമാര് പെട്ടെന്ന് തോന്നുന്ന ഒരാശയമാണ് പിന്നീട് ഇത്രയും വലിയൊരു ലെവലിലേക്കും ആൾക്കാരിലേക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു കമ്പനി ആയത് എന്നുള്ളത്. അത് ആക്ച്വലി നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണോ അതോ ഈ സൊല്യൂഷനിലൂടെ നമുക്കൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള റിയലൈസേഷൻ ആണോ ഇതെത്തിയത്? ഞങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലാംഗ്വേജിന്റെ ബാരിയർ. നമ്മൾ അബ്രോഡ് പഠിക്കാൻ പോയ സമയത്ത് ഞാനൊരു ഗവൺമെന്റ് സ്കൂൾ പ്രൊഡക്റ്റാ. അപ്പൊ നമുക്കറിയാലോ അവിടുന്ന് എത്രത്തോളം ലാംഗ്വേജ് നമുക്ക് കിട്ടുന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം അബ്രോഡ് പഠിക്കാൻ പോയ സമയത്ത് നമ്മളെ കൂടെ പഠിക്കുന്നവരൊക്കെ വേറെ കൺട്രീസിലുള്ള ആളുകളായിരിക്കും, നന്നായിട്ട് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളായിരിക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളായിരിക്കും. ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് അതിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് കഫേ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും കാര്യം, നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം നോക്കിയത് ഈ ഒരു ലാംഗ്വേജിനെ വളരെ ഈസി ആയിട്ട് എല്ലാവരിലേക്ക് എത്തിക്കണം. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ വലിയൊരു പേടി സ്വപ്നം ആക്കേണ്ട പരിപാടി ഒന്നല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചതിന് അപ്പുറത്തേക്ക് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്കിത് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ഇംഗ്ലീഷ് കഫേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് വാട്സപ്പാണ്. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ വാട്സപ്പ്. സോ അതിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അഡീഷണൽ ആയിട്ട് പുതിയ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യേണ്ട, ആളുകൾക്ക് അത് പഠിക്കാൻ വേറെ പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യേണ്ട, ഇൻസ്റ്റാൾ ചെയ്യേണ്ട പരിപാടിയൊന്നും ആവശ്യമില്ല. ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ഒരു ഫ്രണ്ടിന് അപ്പുറത്തുനിന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുക എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ഇംഗ്ലീഷ് കഫേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു തിയറി ഉണ്ട്. പ്രശ്നങ്ങൾ
എല്ലാതും ഒരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു വാതിലാണ്. പക്ഷെ ആ പ്രശ്നത്തിന്റെ വാതിലിൽ മാത്രം നോക്കുന്ന ആൾക്കാർ അവിടെ തന്നെ ആയിപ്പോവും. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടോ എന്ന് സീക്ക് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഗ്രോ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. അതേപോലെ ഈ വേൾഡ് ഓരോരോ ടൈം ഗ്യാപ്പിന്റെ ഇടയിൽ വേൾഡ് ഇങ്ങനെ കോൺഷ്യസ്നെസ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം മാറിയ ഒരു കോൺഷ്യസ്നെസ് ആണ് ഇന്റർനെറ്റ് യുഗം, അല്ലെങ്കിൽ മൊബൈൽ ഫോണ്, ഇപ്പം ഒരു AI. അപ്പം ഇത് ഓരോരോ കോൺഷ്യസ്നെസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില സമയത്ത് ഭൂകമ്പങ്ങൾ വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നന്മയോ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് ഒരു എൻറ്റയർ വേൾഡിന്റെ ഒരു അവയർനെസ്സും തിരിയുന്നതായിട്ട് പലപ്പോഴും നമ്മൾ പല കോൺവെർസേഷനിലും കാണാറുണ്ട്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. കോവിഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു സംഭവമായിരുന്നു. ആ കോവിഡിൽ ഒരുപാട് ആൾക്കാർ തകർന്നു പോയിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരൊക്കെ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാർ അതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ഷിബിലി അങ്ങനെ ഒരു പേഴ്സൺ. അതായത് എല്ലാ ആൾക്കാരെയും ഒരേപോലെ ബാധിച്ചിട്ടുള്ള ഒരു സംഭവത്തിനെ ഒരു അവസരമായിട്ട് ആ ഒരു വാതിലിൽ തുറന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എങ്ങനെയായിരുന്നു ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്? നമ്മൾ ആക്ച്വലി കോവിഡിന് മുമ്പേ ഈ പ്ലാൻ ഉണ്ട് നമ്മളെടുത്ത്. അതായത് ലൈക്ക് ലാംഗ്വേജ് നമുക്ക് ഓൾറെഡി ഓഫ്ലൈൻ അക്കാഡമി, നമ്മൾ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ഉണ്ടായ സമയത്ത് നമുക്കൊരു അക്കാഡമി ഉണ്ടായി. ഐ മീൻ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്റ്റോപ്പ് ആവാൻ, അതായത് കോവിഡ് വന്നപ്പോൾ അത് സ്റ്റോപ്പ് ആവേണ്ട സിറ്റുവേഷൻ വന്നു. കാരണം പുറത്തേക്ക് ആളുകൾ പോകുന്നില്ല. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന അപ്പോൾ ആ ഓഫ്ലൈനിൽ നമ്മൾ നേരെ ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ മൊമെന്റ് ആണോ നമുക്ക് അറിയില്ല. കാരണം കോവിഡ് ആണ്, ആർക്കും പണിയില്ല, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനെ റിവേഴ്സ് ആയിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇത് പഠിക്കുക. ഏറ്റവും വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യും. മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഇത് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, എനിക്ക് തോന്നുന്നു ചിലപ്പം ബെറ്റർ ടൈം ഇതായിരിക്കാം. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത്, നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് കൊറോണ ഒന്ന് ഒതുങ്ങിയിട്ട്, നമ്മൾ 2020 ഏപ്രിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് 2020 ലാസ്റ്റിലേക്കൊക്കെ, അന്ന് നമ്മൾ ഇത്ര പോകുമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ ലാസ്റ്റിലേക്കൊക്കെ നമുക്ക് ആക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ റിവേഴ്സ് ആയിട്ട് ആലോചിച്ച് നോക്കി, ചിലപ്പം ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ബെസ്റ്റ് ടൈം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ ഭയങ്കര സക്സസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് സ്റ്റുഡൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പം അവിടെയാണ് നമ്മളൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് നമ്മൾ കാണുന്നത്. അപ്പം എല്ലാവരും ആ ഒരു സിറ്റുവേഷനെ പല രീതിയിൽ എടുക്കും കേട്ടോ. പല ആളുകൾക്ക് അത് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്, ചിലർക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്, ചിലർ അത് ബാധിച്ചിട്ടേ ഇല്ല. പക്ഷെ നമുക്കത് അൽഹംദുലില്ലാ പോസിറ്റീവായിരുന്നു. ആ ഡിസിഷൻ എടുത്തത് പ്രോപ്പർ ടൈമിലായി എന്നുള്ളതാണ് ഭയങ്കര വലിയ കാര്യം. ഒരു 4 ചങ്ങായിമാര് ഒരുമിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു സഡൻ ഐഡിയ. ആ സഡൻ ഐഡിയ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നു എന്നുള്ളതിൽ വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. അതിന് ലക്ക് എന്നും ഭാഗ്യം എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ഫെയിലിയറിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിജയത്തിനെ താങ്ങാൻ നമുക്കൊരു എനർജി വേണം. അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം, അതിനെ കൂടുതൽ വിസിബിലിറ്റിയിലേക്ക് കൊണ്ടുവരാന്നൊക്കെ പറയുന്നത് അത് ലക്കിനെ കൊണ്ട് മാത്രം കിട്ടുന്നൊരു കാര്യമല്ല. അപ്പം നിങ്ങളാണെങ്കിലും തുടങ്ങിയതിൽ നമുക്ക് ലക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാമെങ്കിലും തുടരുന്നതിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് എന്തായിരിക്കും? നമ്മൾ സ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലസ് സ്മാർട്ട് വർക്കും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സക്സസ് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ലൈക്ക് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. നമ്മൾ നമ്മളതായ മെത്തേഡിൽ ചെയ്തു കൊണ്ടുപോകുന്നു, ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നമ്മൾ ഇതുവരെ ഇരുന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലിയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. മേ ബി അതായിരിക്കും ഞങ്ങൾ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നൊരു, നമുക്കൊരു പാഷൻ ഉണ്ട് ഇതിൻ്റെ പുറത്ത്. ഇതൊരു ബിസിനസ്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫായിട്ടും നമ്മുടെ കൾച്ചറായിട്ടും. നിങ്ങൾക്ക് നമ്മൾ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ അവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെ പോകുന്നില്ല. ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 4 പേര് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 4 പേര് സ്ഥിരമായിട്ട് ഓഫീസിൽ ഉണ്ടാകുന്ന ആളുകൾ, സ്റ്റിൽ നമ്മളിപ്പോഴും നമ്മുടെ സ്റ്റാഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പം മേ ബി ആ ഒരു പാഷൻ ഉണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പുറത്ത്. അതാണ് ഇത് നിലനിന്ന് കൊണ്ടുപോകാനുള്ള ഒരു എനർജി, ഒരു ഫ്യൂല് നമുക്ക് ആക്ച്വലി അതാണ്. നമ്മൾ അണ്ടറിൽ ഏകദേശം 100+ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ നമ്മൾ ഡെയിലി ഇരിക്കുന്നുണ്ട്, ഡെയിലി അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ബിസിനസ് ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമുക്ക് ആ സ്റ്റാഫുകളോടും നമ്മുടെ കമ്പനിയോട് ഒരു പാഷനേറ്റ് ആയിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തു കൊണ്ടുവന്നത്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇതിൽ തന്നെ ഞാൻ എനിക്കൊരു അടിപൊളി വൈബായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം ഞാനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അതിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് കണ്ടു തുടങ്ങിയ മുതലേ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടഫായിട്ടുള്ള സാധനത്തിനെ മാക്സിമം ഫണ്ണാക്കിയിട്ടും മാക്സിമം വൈബാക്കിയിട്ടും അതിൽ തന്നെ ഹൊറർ തീം പിടിച്ചിട്ടും ഫൺ തീം പിടിച്ചിട്ടും ഡാൻസ് തീമോടൊക്കെ പിടിച്ചിട്ട് നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ മേ ബി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു പൊതുവെ യൂസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അങ്ങനത്തെ മോഡൽസ് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്, പക്ഷെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് തോട്ടാണോ? നമ്മൾ ആദ്യം നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് തന്നെ നമ്മൾ
കോണ്ടന്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് കോണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോക്കിംഗ് ഹെഡ് ടൈപ്പ്, അതായത് ക്യാമറയിലേക്ക് നോക്കുന്നു, ഒരു വേർഡ് പഠിപ്പിക്കുന്നു. ഒരു പോയിന്റ് ചെയ്തപ്പോൾ നമുക്ക് തന്നെ അത് മടുത്തു തുടങ്ങി. ഒരു 1 year ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് മടുത്തു തുടങ്ങി. അതായത് ഒരു പുതിയൊരു സാധനം അതിലില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരാം, ആഡ് ചെയ്യാന്നില്ല വിചാരിക്കുന്നത്. അങ്ങനെ ഒരു 1-2 വീഡിയോ ചെയ്തപ്പോൾ നല്ല അക്സെപ്റ്റൻസ് കിട്ടി. അപ്പോഴാണ് ആളുകൾക്ക് എപ്പോഴും വേണ്ട സിംപ്ലസ്റ്റ് മെത്തേഡല്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മെത്തേഡിലൂടെ തന്നെയാണ് അവർക്കും തോന്നാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഇൻഫർടൈൻമെന്റ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, പ്ലസ് എന്റർടൈൻമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിനെ കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം നമുക്കൊരു ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അന്ന് സ്ക്രിപ്റ്റ് ഒന്നും നമ്മൾ ഇതിന് പറയാറില്ല. നമ്മൾ അതിന് ഇങ്ങനെ ഒരു സാധനത്തിൽ ഡെവലപ്പ് ചെയ്യാന്ന രീതിയിൽ വർക്ക് ചെയ്താ. പക്ഷെ അതിന് നല്ല അക്സെപ്റ്റൻസ് കിട്ടി. പിന്നെയാണ് നമ്മൾ പിന്നെയാണ് നമ്മൾ അതിന്റെ ഫ്ലേവേഴ്സ് മാറ്റാൻ തുടങ്ങിയത്. എപ്പോഴും ചിലപ്പോൾ ഫൺ തന്നെ ആക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പൈക്ക് ഡാൻസ് ആഡ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ഹൊറർ ആയിട്ടുള്ള തീംസ്, സീരിയസ് ആയിട്ടുള്ള മൂഡിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ അത് കണ്ടിന്യൂ, എനിക്കൊന്ന് 3-3.5 വർഷമായി നമ്മൾ ആ ഒരു പാറ്റേൺ തുടങ്ങിയിട്ട് 3.5-4 വർഷം ആവാനായി. ഇപ്പോഴും അതിന് ആ വ്യൂവർഷിപ്പ് ഉണ്ട്. നമുക്ക് ഇപ്പോഴും ആ വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്. അത് മേ ബി ആളുകൾക്ക് വേണ്ട രീതിയിൽ സാധനം പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മളത് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി. മാത്രല്ല ഷിബിലി ബ്രോക്കും ഫാൻസ് ഉണ്ട്, നിങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ഫാൻസ് ഉണ്ട്. ഫാൻസ് ആളുകൾ നമ്മൾ അറിയുന്നുണ്ട് പുറത്തു പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഫാൻസ് എന്നതിനേക്കാളും കൂടുതൽ ആ വൈബിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മളൊരു ബിസിനസ് മിത്ത് എന്ന് പറയുന്നത് തന്നെ, ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സീരിയസ്, അങ്ങനെ ഒരു കൺസെപ്റ്റിന്റെ അപ്പുറത്തേക്ക് ആ വൈബ്, ആ ഒരു കൾച്ചർ നമ്മൾ ഇപ്പത്തെ ജനറേഷൻ കൂടുതലായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അത് ഇൻസ്പയർഡ് ആയതാണോ, അല്ലെങ്കിൽ ആ വൈബ് അങ്ങ് സെറ്റായി വന്നതാണോ? നിങ്ങളുടെ വൈബാണോ അവിടുത്തെ ഒരു? ഞങ്ങളുടെ വൈബ് പറഞ്ഞാൽ നമുക്കൊരു ബോസി ടൈപ്പ് പണ്ടേ താല്പര്യമില്ല. ഒന്നാമത് നമ്മൾ ആരും ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതല്ല. മേ ബി അതുകൊണ്ടായിരിക്കാം. ഒരു കണക്കിന് നമുക്ക് മോഡൽ ഇല്ലാത്ത നമുക്ക് ആർക്കും, ഞങ്ങൾ 4 പേർക്കും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് 4 പേർക്കും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇന്നേ വരെ ബിസിനസ് ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പല കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല, ബട്ട് പല കമ്പനിയിൽ വർക്ക് ചെയ്തവർക്കുണ്ട്. അപ്പം മേ ബി നമ്മളൊക്കെ കൂടുമ്പം ഒരിക്കലും അങ്ങനെ ഒരു കൾച്ചർ ഇനി വേണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു ബോസി ടൈപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഭയങ്കര കോർപ്പറേറ്റ് കൾച്ചർ നമ്മളോട് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഓഫീസിലേക്ക് വരുന്ന പിള്ളേരാണ് നമ്മളോട് പറയാമല്ലോ. ഒരു കോളേജിലേക്ക് ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്ന പിള്ളേരുണ്ട്, അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ മെന്ററൊക്കെ ആവാൻ വരുന്ന ട്രെയിനേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് അവർക്ക് കോളേജ് കഴിഞ്ഞ ഫീൽ കിട്ടലില്ല. അവിടുത്തെ ആ കൾച്ചർ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നത് അത് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് നന്നായിട്ട് പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കൂടുന്നുണ്ട്. അവർക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ശരിക്കും ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മതി എന്ന് തോന്നും നമ്മുടെ ആളുകൾക്ക്. പക്ഷെ അതിനപ്പുറത്തേക്ക് കമ്പനിയോടൊരു താല്പര്യം, നമ്മളോടൊരു താല്പര്യം, നമ്മളെ ആ ഫാമിലി മെമ്പേഴ്സിന്, നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് തോന്നുന്നുണ്ട്. മേ ബി അങ്ങനെ ഒരു വൈബ് വന്നത്, അത് പൊട്ടൻഷ്യലി വന്നതൊന്നല്ല, നമ്മളങ്ങനെ പ്ലാൻ ചെയ്തൊന്നല്ല. ഞങ്ങൾ നോർമലി അങ്ങനെയാണ്. ഞാൻ ഇതിന് വിളിച്ച സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നമുക്ക് സീരിയസ് ടോക്കിനേക്കാൾ അപ്പുറത്തേക്ക് കാഷ്വലായിട്ട് ടോക്ക് ചെയ്യാനും കാഷ്വലായിട്ട് ബിഹേവ് ചെയ്യാനും നമുക്ക് താല്പര്യമുള്ളത്. മേ ബി അത് അങ്ങനെ വന്നതായിരിക്കും, ഇന്റൻഷ്യലി വന്നതല്ല സീരിയസ്ലി. ഇപ്പം അതിലൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, എല്ലാവരും മനുഷ്യന്മാരെ ഇപ്പം 100-ലധികം മെന്റേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അതിൽ തന്നെ കൂടുതലും ടീനേജേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ടീനേജേഴ്സിലുള്ള പിള്ളേരെ നമുക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒരു ഫൗണ്ടർ എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ അവരുടെ മെന്ററോ അല്ലെങ്കിൽ ഒരു പാരന്റൽ റോളിൽ പല തവണ നിന്നിട്ടുണ്ടാവും. അഡ്വൈസസ് കൊടുക്കുന്നുണ്ടാവും, കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടാവും, ഫയർ ചെയ്യേണ്ടത് മേ ബി ഫയർ ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ടീനേജേഴ്സ് ആക്ച്വലി പ്രശ്നക്കാരാണോ? നിങ്ങൾ ഈ ഡീൽ ചെയ്ത കുട്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നക്കാരെന്നതിലുപരി അവരതേ വൈബിൽ നിന്ന് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അതായത് മേ ബി ചിലപ്പോൾ നമ്മൾ ഒന്ന് മുകളിലേക്ക് അപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് ഡൗണിലേക്ക് അപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ കൂടെ തന്നെ നമ്മളെ വൈബിലേക്ക് എത്തും. നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട അതിലേക്ക്. പക്ഷെ ഞാനും പല ആളുകളും കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ ഒരേ തരത്തിൽ പെടുത്തുന്നില്ല. പക്ഷെ പോസിറ്റീവായിട്ടുള്ള ആളുകളും നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും രണ്ടാളുകളെയും അത് ബാധിക്കുന്നതാണ്, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു ന്യൂജൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെ ബിഹേവിയറും അയാളെ എത്തിക്സും ആയിരിക്കില്ല നമുക്കുണ്ടായിരിക്കും. നമ്മൾ അവരെയൊക്കെ ഒരു 5-6 വയസ്സ് മൂത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി കൾച്ചറിനനുസരിച്ച് ഉണ്ടാവില്ല. പക്ഷെ അയാളും നമ്മളായിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ റെഡിയാണ്, അയാൾ അതിനനുസരിച്ച് നമ്മളും സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ റെഡിയാണെങ്കിൽ നന്നായി സ്മൂത്ത് ആയിട്ടാവും, മ്യൂച്വൽ ആയിട്ട് പോകും. പക്ഷെ ഏതെങ്കിലും ഒരാൾ താന്നും കൊടുക്കില്ല, നിന്താവും നിൽക്കുന്ന മൊമെന്റിലാണ് ഇത് പൊട്ടുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നത് ഞാൻ പല രീതിയിലുള്ള ആളുകളെ, ഇപ്പോൾ നമ്മളവിടെ ഏജ് കൂടിയ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ടീനേജേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഏജിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം
അവർക്കനുസരിച്ച് ആ വൈബ് കിട്ടിയാൽ മതി നമുക്ക്, അതിനനുസരിച്ച് നിന്നെടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു തോന്നല്. പിന്നെ എന്തായാലും നമ്മൾ എന്തായാലും ഫൺ വൈബ് എന്ന് പറയുമ്പോഴും മനുഷ്യരാണ്, നമുക്ക് എന്തായാലും ഇമോഷണൽ ഇംബാലൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളൊരു പ്രത്യേക സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ ടീം എപ്പോഴും ഓക്കെ ആയിരിക്കണം എന്നുള്ള തരത്തിൽ ആസ് എ ഫൗണ്ടർ ഷിബിലി എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ എന്താണ്? പ്രഷർ കൊടുക്കലില്ല. പൊതുവെ കോർപ്പറേറ്റ് കൾച്ചറിൽ ഉണ്ടാകുന്ന ഒരു സാധനം പ്രഷർ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ പ്രഷർ കൊടുത്ത സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ റിസൾട്ട് കിട്ടിയതൊന്നും. എനിക്കെപ്പോഴും ഓല ഫ്രീഡത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ കൂളായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത് നമുക്ക്. അല്ലെങ്കിൽ അവർക്കും കമ്പനിയായിട്ട് മുന്നോട്ട് പോകണം എന്ന് തോന്നുന്നത്. ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആ പ്രഷറിൽ വർക്ക് ചെയ്യായിരിക്കാം, രണ്ടാമത്തെ വർഷത്തിലൊന്നും അവർക്ക് അത് ഓക്കെ ആവില്ല, ഒരു വേറെ കൂട് തേടി പോവും. അപ്പൊ നമ്മുടെ കൂടെ തന്നെ ആളുകൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രഷർ ഇല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കുക. അത് ഇതൊരു ജോലിയാണ് അവർക്ക് തോന്നരുത്. എൻഡ് ഓഫ് ദ ഡേ ഇത് അവർക്കൊരു എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ അവിടെ സെയിൽസ് എടുക്കുന്ന പിള്ളേർക്ക് ഞാൻ കൊടുക്കുന്നതാ, ഇതൊരു സെയിൽസ് ആയിട്ട് കണ്ടു, ഇതൊരു ഗെയിമായിട്ട് കണ്ടാൽ മതി. ഒരാൾ അഡ്മിഷൻ എടുക്കുന്നു, ഓക്കെ നെക്സ്റ്റ് അഡ്മിഷൻ എടുക്കുന്നു, നമ്മൾ ഓരോ സ്റ്റേജ് കയറി പോകില്ലേ, അങ്ങനെ തന്നെ സെയിൽസിന് അങ്ങനെ കണ്ടാൽ മതി, ഒരു ഗെയിമായിട്ട് കണ്ടാൽ മതി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കിതൊരു വർക്കായിട്ട് ഫീൽ ചെയ്യൂല. വർക്കായിട്ട് ഫീൽ ചെയ്യില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യാനും തോന്നും. ഗെയിമൊക്കെ ആകുമ്പോൾ ഇഷ്ടത്തോടെ ചെയ്യൂല, നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന കുറെ മിത്തുണ്ട്. ഈ ബന്ധക്കാരും ചങ്ങായിമാരൊന്നും ബിസിനസിന്റെ പാർട്ട്നേഴ്സ് ആവാൻ വേണ്ടി പറ്റൂല, ലോങ് ടേമിലേക്ക് പോവുകയാണെങ്കിൽ ഇവർ അടിച്ചു പിരിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ 4 ഫ്രണ്ട്സ് എന്ന് പറയുമ്പം എന്തായാലും വൈബിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റങ്ങളുണ്ടാവും. അപ്പം ഇത്രയും കാലങ്ങളായിട്ടും ഇനി അങ്ങോട്ടേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനാണ് പ്ലാൻ ഉണ്ടാവാം. അതങ്ങനെ തന്നെ ആവട്ടെ. അപ്പം എന്തായാലും നമ്മളുടെ ഇടയിൽ ഒരു എഫേർട്ട് ഉണ്ടാവില്ല. ഇതിങ്ങനെ സംഭവിച്ചേ പോകുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഏത് ബന്ധത്തിലാണെങ്കിലും നമ്മൾ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. എസ്പെഷ്യലി ബിസിനസ്സിലാകുമ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള കുറേ പ്ലാനിങ്സ് ഉണ്ടാവും, അപ്പുറത്തൊക്കെ അവരതായിട്ടുണ്ടാവും. അപ്പൊ ഇത് തമ്മിൽ ക്രോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞങ്ങൾ 4 പേരും 4 ഐഡിയാസ് ഉള്ള ആളുകളാണ്. ഈ 4 തോട്ട് പ്രോസസ്. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആളുകളാണല്ലോ. ഞങ്ങളെ എന്താ പറയുക, പാഷൻ ആണെങ്കിലും ഞങ്ങളെ ഇൻട്രസ്റ്റുകളാണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയും, നമ്മളൊരു ഹോട്ടലിൽ പോകുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത്, ഹോട്ടലല്ല റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മെനു, നമ്മൾ ചൂസ് ചെയ്യുന്ന മെനു അടക്കം ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ റൈസ് ഐറ്റംസ് ആണെങ്കിൽ ഒരാൾ ബ്രെഡ് ഐറ്റംസ് ആയിരിക്കും, ഒരാൾ ഒന്നും കഴിക്കാതെ ജ്യൂസുമോ മാത്രം ഒതുക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പം 4 അടുത്തുനിന്ന് ഒപ്പീനിയൻസ് വരലുണ്ട്, അതിൽ ഞങ്ങൾക്ക് ഒപ്പോസിഷൻസും വരാറുണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്ന ഡിസിഷന് 3 പേരും ഓക്കെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല, അവർക്ക് അവരുടേതായ ഒപ്പീനിയൻസ് വരാറുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ആ ബാലൻസ് ചെയ്ത് നിർത്താറുണ്ട്. 4 പേരുടെയും ഒപ്പീനിയനെ നമ്മൾ വാല്യൂ കൊടുക്കാറുണ്ട്. പാർട്ണർഷിപ്പ് എപ്പോഴും പ്രശ്നം വരുന്നൊരു പോയിന്റ് അതാ. ഏതെങ്കിലും 1-2 ആൾക്കാർ പറയുന്ന മാത്രം കേട്ട് മൂവ് ഓൺ ചെയ്യുമ്പോൾ അതൊരു പോയിന്റ് എത്തുമ്പോൾ ഇത് പൊട്ടും. ലൈക്ക് അവരുടെ ഡിസിഷൻ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, 4 പേർക്ക് ഈക്വൽ പരിപാടി ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ഞങ്ങളുടെ കേസിൽ 4 പേർക്കും ഒപ്പീനിയൻസ് ഉണ്ട്. അത് ഡിഫറെന്റ് ഒപ്പീനിയൻസ് വരില്ലേ. എപ്പോഴും നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ച് നിൽക്കുന്നവരാന്ന് പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. 4 ഐഡിയാസ് ആണ്, 4 ഒപ്പീനിയൻസ് ആണ് വരല്. പക്ഷെ 4 എടുത്ത് ബെസ്റ്റ് ആയിട്ടൊന്നും എടുക്കും, ബാലൻസ് ചെയ്തൊരു സാധനം നമ്മൾ പിടിക്കാറില്ല. മേ ബി അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പാർട്ണർഷിപ്പിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ ഇടയിലും സംസാരങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിലും ഒപ്പീനിയൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്തുള്ള ഡിസിഷനാണ് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്പനിക്കായിരുന്നു, ഇൻഡിവിജ്വൽസ് നമ്മൾ ഒരിക്കലും പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. നമ്മളെപ്പോഴും കമ്പനിക്ക് ഏതാണോ ബെസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ബെസ്റ്റ് ആണെന്നല്ല, നമ്മുടെ ഫേമിന് ഏതാണ്, നമ്മുടെ ഇംഗ്ലീഷ് കഫേക്ക് ഏതാണോ ബെസ്റ്റ് അതാണ് നമ്മൾ ചൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 4 പേരും ഫസ്റ്റ് പ്രയോറിറ്റി കമ്പനിയാണ്. അപ്പൊ കമ്പനിയുടെ ഡിസിഷൻ അതാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. ഇതില് നിങ്ങൾ എന്നോട് ഫസ്റ്റ് പറഞ്ഞ കൺസേൺ ഇതായിരുന്നു, അതായത് നമുക്കൊരു വൈബിലേക്ക് പിടിക്കാം, നമുക്ക് കാഷ്വൽസിലേക്ക് പിടിക്കാൻ പറ്റും. ഈവൻ ഷിബിലി എന്ന് വിളിക്കുമ്പോഴും അതിന്റെ നെക്സ്റ്റ് എനിക്ക് ഷിബിലി ബ്രോ അപ്പൊ ഷിബിലി ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ആ വൈബിന്റെ അപ്പുറത്തേക്ക് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മള് അതിനൊരു സീരിയസ് ഫാക്ടർ അവിടെ ഉണ്ട്. ഇപ്പം അത് ഇതേ വൈബില് അലൈൻഡാണോ അതോ വേറൊരു സീരിയസ് വേർഷൻ നിങ്ങൾക്ക് ഉണ്ടോ? സീരിയസ് വേർഷൻ ഇല്ല. ബട്ട് ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിലും, ടീച്ചർ ഒന്ന് എപ്പോഴും ചൂടായി സംസാരിക്കുന്ന ടീച്ചർ ഒന്ന് ആ ക്ലാസ്സിൽ എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. മറിച്ച് നന്നായിട്ട് നമ്മുടെ കമ്പനി ആയാലും ടീച്ചർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് ബാധിക്കും, നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. ഓക്കെ, അത് ടീച്ചർ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞാണ് നമുക്ക് ശരിയാക്കി എടുക്കാന്ന് തോന്നുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഞാൻ പണ്ടും അങ്ങനെയായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ട കുട്ടികളെയൊക്കെ നമ്മൾ കമ്പനി ആക്കി എടുക്കുക. കാരണം ലൈക്ക് നമ്മൾ അവർക്ക് കെയറും നമ്മൾ അവരെ കൂടെ ഉണ്ട് തോന്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അവർ കേൾക്കും. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ അവിടുത്തെ ഉള്ള ആളുകളെ എടുത്ത് കൊടുക്കുന്നത്. ലൈക്ക് അവരെ കൂടെ അതേ വൈബിന് നമ്മൾ നിന്ന് കൊടുക്കും. എന്തെങ്കിലും
ഫോൾട്ട് അവിടെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയും നമ്മൾ, നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവുമായിരുന്നു. അല്ലാതെ പോയി ചൂടാകുക, ഫയർ ചെയ്യുക, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ട് തോന്നുന്നില്ല. കാരണം നമുക്കൊരു ബെനിഫിറ്റ് ഇട്ടുണ്ട്, നല്ലൊരാളെ മിസ്സാവുക ചെയ്യുന്നുണ്ടാവും. പകരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഇപ്പോൾ ആ വൈബ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. ബട്ട് അവരുടെ അടുത്ത് നിന്ന് ഒരു ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്ത് ശരിയായില്ല എന്നും ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവുമായിരുന്നു എന്നും നമ്മൾ നന്നായിട്ട് പറഞ്ഞു ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ട്. അത് അവർ ഇങ്ങോട്ടും പറയാറുണ്ട്, അതിന് ഫ്രീഡം അവർക്കുണ്ട്. അപ്പോൾ കമ്പനിയോട് ഡിസിഷൻ എടുക്കുന്ന മൊമെന്റിൽ ഒരു പോളിസി പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ മാനേജ്മെന്റ് ടീം അംഗങ്ങളുണ്ട് സ്റ്റാഫിന്റെ കീഴിൽ, അവരൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കാറില്ല. ലൈക്ക് അവരുടെ ഒപ്പീനിയൻസ്, കാരണം അവരാണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. സോ അവരുടെ ഒപ്പീനിയൻസ് അറിയണം, ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവുമോ, മറ്റുള്ള സ്റ്റാഫുകൾക്ക് അത് ഓക്കെ ആവുമോ എന്നൊക്കെ അറിയണം. അപ്പൊ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് അവിടെ പോവാറുണ്ട് നമ്മളെ ഇടയിൽ. ഈ പ്രഷർ ഇല്ലാതിരിക്കുമ്പം അവർ കംഫർട്ട് സോണിലേക്ക് പോവോ? കാരണം നമ്മളൊരു മെന്റൽ ടഫ്നെസ് കൊടുക്കുമ്പോഴാണ് പൊതുവെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാന്ന് പറയും. നമ്മളൊരു കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പൊ നമ്മള് ഫൗണ്ടറിന്റെ അടുത്തുനിന്ന് പ്രഷർ ഇല്ലാതിരിക്കുമ്പോൾ എല്ലാവരും ഒരേ തരത്തിലേക്കാണ്. പക്ഷെ കരിയർ ഗ്രോത്ത് നോക്കി വരുന്ന ആളുകൾക്ക് പ്രഷർ ഇല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യും. അവർക്ക് പേഴ്സണലി ഒരു കരിയർ ഗ്രോത്ത് അവിടുന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ എങ്ങനെയല്ല നമ്മളൊരു ക്ലയന്റിനെ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ടീംമേറ്റ്സിനെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന മെയിൻ കൺസേൺ. അവർക്ക് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ ലൈഫ് സ്റ്റൈൽ മാറണം എന്ന് നമ്മൾ പറയാറ്. ഇപ്പൊ വരുന്ന ആള് ബസ്സിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അയാൾ ഇവിടുന്ന് സ്കൂട്ടറിന് പോകണം, അല്ലെങ്കിൽ കാറ് കൊണ്ടുവരണം. അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ നമുക്ക് ഇടയിലുണ്ട്. ബസ്സിന് വന്ന് ഇപ്പൊ സ്കൂട്ടർ വാങ്ങി കാറിൽ വരുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് അവർക്ക് ഇവിടുന്ന് കിട്ടണം. ആ കിട്ടാൻ ഓപ്പർച്യൂണിറ്റീസ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവിടെ പ്രഷറിന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓല അതിന് വർക്ക് ചെയ്തോളും. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രഷർ കൊടുത്താൽ മാത്രമാണ് സെയിൽസ് ഉണ്ടാവാന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഞാനിപ്പം ഞാൻ 2-3 ഫൗണ്ടേഴ്സായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇപ്പോഴത്തെ കാലത്ത് ഈ ന്യൂ ജനറേഷൻ ഫൗണ്ടേഴ്സൊക്കെ അവരുടെ ടീംമേറ്റ്സിന്റെ കാര്യത്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, മോർ ദാൻ റിസൾട്ട് വേണ്ടാന്നുള്ളതോ അല്ലെങ്കിൽ ആ ഗോള് ആ വിഷന്റെ അപ്പുറത്തേക്ക് അവർ ഫ്യൂവൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ടീംമേറ്റ്സിനെയാണ്. ഷിബ്ലി ആണെങ്കിലും ടീംമേറ്റ്സിന്റെ കാര്യത്തിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. ഞാൻ രണ്ടിനും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ടീംമേറ്റ്സ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. റിസൾട്ടിന്റെ പ്രോസസ്സിൽ നിൽക്കുന്ന ആളുകൾ, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടീംമേറ്റ്സാ. നല്ല ടീംമേറ്റ്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നല്ല റിസൾട്ട്സ് ഉണ്ടായിരിക്കും. ഇവരെ എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഞാൻ അത് ബാലൻസ് ചെയ്യുന്ന ആളാണ്. രണ്ടിനും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ റിസൾട്ട് എന്തുണ്ട് എന്റെ കമ്പനിയുടെ ഗ്രോത്ത് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എന്റെ കമ്പനിയെ ഞാൻ അപ്പുറത്തെ സൈഡിൽ വെക്കുന്നത്, ഇപ്പുറത്തെ എന്റെ ടീംമേറ്റ്സും. ഈ ടീംമേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം അവിടെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാലൻസ് ചെയ്താണ് ഞാൻ നോക്കുന്നത്. നല്ല ടീംമേറ്റ്സ് ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നില്ലതാണ് എൻഡ് ഓഫ് ദ ഡേ. അപ്പം ഈ ഒരു ബിസിനസ് പോകുമ്പം എന്തായാലും നമുക്ക് കുറെ കാര്യങ്ങൾ ലെസൺ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആണ്, അപ്പൊ നമുക്ക് അറിയുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കുറെ അഡ്വൈസസ് കാര്യങ്ങളൊക്കെ കിട്ടേണ്ടി വരും. അതിപ്പം എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെ ലേൺ ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ് ആണോ, അതോ നിങ്ങൾക്ക് അതിന് മെന്റർ ഉണ്ടോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഒരു സീരിയസ്ലി നിങ്ങൾ ഒരു നല്ലൊരു അച്ചീവ്മെന്റിൽ നിൽക്കുന്ന ഒരു പൊസിഷനിലാകുമ്പം അതിന് നമുക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പോ മെന്റർഷിപ്പോ അതല്ല നമ്മൾ തന്നെ ലേൺ ചെയ്ത് ഫെയിലായി? ലാസ്റ്റ് പറഞ്ഞാണ് കറക്റ്റ്. നമ്മൾ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് ലേൺ ചെയ്തെടുത്ത നമ്മൾ ഓരോ ഡേയിലും പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഇതുവരെ ഒരു മെന്റർ ഇല്ല, നമ്മളെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് നമുക്കില്ല, നമ്മൾ തുടങ്ങിയ സമയത്തും ഇല്ല. ഇപ്പോഴും നമുക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവുമെന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഈ ഒരു പാത്താണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഈ പോയിന്റ് എത്തിയ സ്ഥിതിക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാ എടുക്കേണ്ടതെന്ന് പറയുന്ന ഇതുവരെ നമുക്ക് അങ്ങനെ ഒരാൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ ആൾ കൂടുതലായിരിക്കും സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്കൊന്നും ഈ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട് സർക്കിളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പിന്നെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഇതൊരു പുതിയ വേർഷനാണ്, ആഫ്റ്റർ കൊറോണക്ക് വന്നൊരു വേർഷനാണ്. അപ്പൊ ഇതിലും പല ആളുകൾക്ക് സജഷൻസ് ഒക്കെ പറയണതിൽ ഭയങ്കര അവർക്ക് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യവും പഠിച്ചെടുത്തിട്ടുള്ളത്. ഓരോ കാര്യം നമുക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റിങ്ങിന്റെ ടെക്നിക്ക് ആണെങ്കിലും അത് ആദ്യം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. അത് വർക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ ഒരു മെന്റർഷിപ്പോ കാര്യങ്ങളോ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെന്റർഷിപ്പിനെ കുറ്റമല്ല ഞാൻ പറയുന്നത്. കാരണം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ആ സിറ്റുവേഷനോടെ കടന്നു പോയിട്ടുണ്ടാവും. റീസെന്റ് ആണ് ഞാൻ കുറെ ആളുകളായിട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഓക്കെ എന്റെ കമ്പനിയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. ഓൾറെഡി സോൾവ് ചെയ്ത ആളുകളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആണ്. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു കൺസൾട്ടന്റോ കാര്യങ്ങളോ നമുക്ക് ഇതുവരെ ഇല്ല. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. കാരണം നമുക്ക് കുറെ അഡ്വൈസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചില മെത്തിന്റെ ഉള്ളിലേക്ക് പെടും, നമ്മൾ സ്റ്റക്ക് ആയി പോകും. നമുക്കും ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ നിങ്ങളുടെ ഒരു വൈബ് പറഞ്ഞു അതവിടെ നാച്ചുറലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാ. നേരെ മറിച്ച് നമ്മളിങ്ങനെ പഠിച്ച്
പ്രാക്ടീസ് ചെയ്ത് ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ റിജിഡായി പോകാനുള്ള ചാൻസസ്. ശരിയാ, ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലി വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒരാൾ ചിലപ്പോൾ അഡ്വൈസ് പറഞ്ഞു തന്നെ അതേ അഡ്വൈസിന് ചിലപ്പോൾ നമ്മുടെ കമ്പനി അത് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. അത് പല രീതിയിലാണ്. അയാൾക്ക് അയാളെ സിറ്റുവേഷനിൽ അയാളെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യമായിരിക്കും. എൻ്റെ അടുത്തുള്ള ടീംമേറ്റ് അതിന് എൻ്റയർലി ഓപ്പോസിറ്റിലായ ഒരു വിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേ സാധനം ഇവിടെ ചിലപ്പോൾ അപ്ലൈ ചെയ്താൽ വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. മേ ബി ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും മേ ബി നല്ലത്. ബട്ട് അതിന് രണ്ട് സൈഡ്, നേരത്തെ നിങ്ങൾ പറഞ്ഞ രണ്ട് സൈഡും ഉണ്ട് അതിന്. നിങ്ങൾ പണ്ടേ ഇങ്ങനെ വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണോ അതോ അതങ്ങ് ചൂസണായതുപോലെ എത്തിപ്പെട്ടതാണോ? അല്ല, ഞാൻ ആക്സിഡന്റലി ബിസിനസ്സിലേക്ക് വന്ന ആൾക്കാരെ ഞങ്ങൾ 4 പേരും. ഞങ്ങളല്ലേ കൊറോണ വന്നപ്പോൾ ഇങ്ങനെ സ്റ്റക്കായ മൊമെന്റ് ഒന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത്, അല്ലാതെ ഭാവിയിൽ വലിയ ബിസിനസ് ആളാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, ഞാൻ എപ്പോഴും പറയും നമ്മുടെ കമ്പനിയുടെ പരസ്യങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ കാണുന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ ടി വിയിൽ നമ്മുടെ പരസ്യങ്ങൾ കാണുന്ന ആളുകളാണെന്നോ നമുക്ക് സ്വന്തമായിട്ട് ബ്രാൻഡ് വേണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിഗ്രി വരെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല, ടു ബി ഓണസ്റ്റ്. നമുക്ക് എൻ്റെ ഒക്കെ ആഗ്രഹം എന്താ വെച്ചാൽ നല്ലൊരു പൊസിഷനിൽ ജോബിൽ കയറുക, വളരെ നോർമലായിട്ട് നമ്മൾ പറയും കറങ്ങണ കസേരയും ഫാനും AC ഉണ്ടെങ്കിൽ ഒക്കെയാണ് നമ്മൾ എന്ന് പറഞ്ഞ മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആക്സിഡന്റലി നമ്മൾ വന്നതാണ്, ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടതാണ്. ബട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടി, ടു ബി ഓണസ്റ്റ്. ഭയങ്കര ഒരു രസം കിട്ടി നമുക്ക് ആ ബിസിനസിന്റെ ആ ഒരു കൾച്ചറിന്റെ ഇത് കിട്ടി നമുക്ക്. പിന്നെ ഇത് പോവാൻ നമുക്ക് തോന്നിയിട്ടില്ല. അതിന് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഒരുപാടുണ്ട്. ചില സമയത്ത് നല്ല ഡൗൺ ആയിരിക്കും, ചില നല്ല അപ്പ് ആയിരിക്കും. ഇമോഷണലി നല്ല ലൈക്ക് ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ബട്ട് അതിനൊരു രസമുണ്ട്. ആ ഒരു സ്പിരിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എനിക്കത് ഇഷ്ടമാണ് ആ പരിപാടി. ഓക്കെ, ഇപ്പൊ ഞാനാണെങ്കിലും നമ്മളിങ്ങനെ കുറേ കോൺവെർസേഷൻ ഫ്രണ്ട്സായിട്ടും ടീംമേറ്റ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറേ ടീമിനെ പറ്റിയിട്ടും കുറേ കമ്പനീസിനെ പറ്റിയിട്ടും പേജസിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പം ഒരുപാട് ആൾക്കാരുടെ ഒരു സ്വപ്നത്തിൽ പെട്ടിട്ടുള്ളതാണ് ഈ ഷിബിലിന്റെ ടീമിലുള്ള ആ ഒരു ഏജൻസിയിലേക്ക് ഒന്ന് കയറി പറ്റണം, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, ആ ഒരു വൈബുള്ള ആൾക്കാരെ തന്നെ കിട്ടണം. നമ്മൾ ഈ വൈബിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഹനാനെ, അപ്പം നിങ്ങളുടെ ഒരു കമ്പനി നോക്കുകയാണെങ്കിൽ വേറെ ചില കമ്പനീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ആൾക്കാർ അവിടെ നാച്ചുറലി മീറ്റ് ചെയ്യുന്നുണ്ട്. അത് എഫേർട്ട് ഇട്ടിട്ടും ഹയറിങ് കൊടുത്തിട്ടും അങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങളുടെ ടീമിൽ ഷിബിലി പ്രോന്റെ ടീമിലാണെങ്കിൽ തന്നെ അവരെ കണ്ട് ഓക്കെ ആ ഒരു ഗഡ് ഫീലിംഗിലേക്ക് കിട്ടി, കോൾ ചെയ്തു, സംഭവം സെറ്റായി, വർക്കായി. അപ്പം അവിടെ പ്രത്യേകിച്ച് പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം ആ വൈബ് കറക്റ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ടോ അതോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇതെന്താ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ നിങ്ങൾ പുറത്ത് കാണുന്നത് നമ്മുടെ മീഡിയ ടീമിനെ മാത്രമാണ്. ലൈക്ക് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് ഇവരെല്ലാരും ഒരേ മൈൻഡ് സെറ്റ് ആണല്ലോ, ഒരേ വൈബ് ആണല്ലോ എന്നൊക്കെ തോന്നുന്നത്. ആക്ച്വലി മീഡിയ ടീമിൽ വന്ന ആളുകൾ ആരെയും ഞാൻ ഇങ്ങനെ ഹയറിംഗ് ഇട്ട് പോസ്റ്റർ ഇട്ട് ഹയർ ചെയ്ത് കൊണ്ടുവന്നതല്ല. നമുക്ക് പുറത്തുനിന്ന് ചൂസ് ചെയ്തെടുത്തതാണ്. നമ്മള് ഔട്ട് സൈഡിൽ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് ചൂസ് ചെയ്ത് കൊണ്ടുവന്ന. പിന്നെ നമ്മൾ ടീമിന് ഒരു ലൈക്ക് അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ടീമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ഒരു സീനിയർ ജൂനിയർ പരിപാടികളില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന്, കാരണം ക്രിയേറ്റീവ് സൈഡിലാണ് മീഡിയ ടീമൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂള്, പക്ഷെ റൂൾസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ലേ പറഞ്ഞു, പക്ഷെ ഭയങ്കരമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വൈബിൽ കൊണ്ടുപോലില്ല. അപ്പൊ അങ്ങനെ ഒരു ടീമിന് കൂടെ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ആളുകളും ജെല്ലാവും നമ്മളായിട്ട് പെട്ടെന്ന്. ഇവിടെ ഭയങ്കര ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വൈഷ്ണവി എന്ന് പറഞ്ഞ കുട്ടിയാണ്. വൈഷ്ണവിയാണ് ഞങ്ങൾ ഇത് ന്യൂജൻ, അതായത് ജെൻസിയാണ് നമ്മളെ കൂട്ടത്തില്. അവൾക്ക് 19 വയസ്സുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊക്കെ എനിക്ക് 28-29 വയസ്സുണ്ട്. പബ്ഷിക്കാണെങ്കിൽ 25 വയസ്സുണ്ട്. ആയിഷക്കാണെങ്കിൽ ആ ഏജ് ഒക്കെ വരുന്നുണ്ട്, 24 വയസ്സൊക്കെ ഉണ്ട്. അപ്ഷിന്റെ വേർഡപ്പ് ലാസ്റ്റ് നമ്മൾ ചെയ്ത. അപ്പൊ ആ ടീമിലേക്കും ഈ 19 വയസ്സുള്ള കുട്ടി ജെല്ലാവുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ അവിടെ കൊണ്ടുവന്നൊരു ആ ഒരു എന്താ പറയാ, ഒരു സ്ട്രിക്റ്റ് ഇല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇതാവണ്ട. അപ്പൊ അതിന്റെ ഹെഡ് ചെയ്യുന്ന ഞാനാ. ആ ഹെഡ് ചെയ്യുന്ന ഞാൻ തന്നെ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരുന്ന അവർ വൈഷ്ണവി വന്നിരിക്കും എന്നൊക്കെ പറയുന്ന മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി പിന്നെ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുള്ളൂ. ഇതവിടെ അങ്ങനെയുള്ള ഒരു റൂൾസോ പോളിസീസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അപ്പം ടീം ബിൽഡായി വന്നതാ. അല്ലാതെ നമ്മൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഇന്റൻഷ്യലി ഇങ്ങനെ ഓരോരുത്തരെ ഓക്കെ ഇത് നല്ലൊരു കുട്ടിയാണ് ഇവളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വിചാരിച്ചതല്ല, നമ്മൾ ചൂസ് ചെയ്ത് തന്നെയാണ്. ബട്ട് വന്നു കഴിഞ്ഞാൽ ആ ടീമിന്റെ കൂടെ ആകുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആവുന്ന. ഇതിന് മുമ്പ് ഒരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടി വന്നപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് മീൻസ് ഭയങ്കര സീരിയസ് ക്യാരക്ടർ ആയിരുന്നു ആ കുട്ടി. ഭയങ്കര സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെച്ചുവർഡ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ഭയങ്കര അങ്ങനെ കുട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ ടീമിന്റെ കൂടെ ഒരാഴ്ച തോന്നി നമ്മൾ അതിനേക്കാൾ ലോ ലെവലിലേക്ക് ആ കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാം നമ്മുടെ ടീമിന്റെ പ്രശ്നമായിരിക്കും എന്ന് പറയാറുണ്ട് നമ്മള്. അത് ആക്ച്വലി നമ്മളൊരു ഫൗണ്ടറാണ് അതിന്റെ ഒരു ഹോൾ എനർജി ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ശരിക്കും അത് നിങ്ങളുടെ എനർജി സ്പ്രെഡ് ആയതാണോ അത് അങ്ങനെ തന്നെയാണോ? ഈ ക്രിയേറ്റീവ് സൈഡിൽ ആ ഒരു എനർജി ഒരുപാട് കമ്പനീസ് ഉണ്ട്. ക്രിയേറ്റീവ് സൈഡിൽ ആ എനർജി കൊടുക്കാൻ കാരണം എനിക്ക് നല്ല ഔട്ട് അവിടുന്ന് കിട്ടണം.
ഇന്റൻഷനലി തന്നെ എവിടെയോ മേ ബി അങ്ങനെ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ അവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാറുണ്ട്, ആക്ട് ചെയ്യാറുണ്ട് ചില റീൽസിലൊക്കെ. ഞാൻ ബോസ് ആയിട്ടാണ് ആക്ട് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ഓലിപ്പോ ഹരിനെ എന്ത് പറയാനും ഇതാക്കാനും പറ്റില്ല, അവർക്ക് എന്നോട് എന്ത് വിളിക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോ ഹരിക്കിന് എന്ത് വേണമെങ്കിലും വിളിക്കാം, ഫറാസിന് എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അതിപ്പോ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പോലും ഞങ്ങൾ ഓപ്പൺലി സംസാരിക്കുന്ന ആളുകളാണ്. ഇവൻ ഐഷക്കാണെങ്കിൽ എന്നെ വിളിച്ച് പേര് വിളിക്കാം, എന്റെ വാപ്പാക്കർക്ക് വിളിക്കുന്ന ടീമാണ് അവരൊക്കെ. മനസ്സിലായി? അതായത് ആ ഒരു ഫ്രീഡം ഉണ്ട്, നമ്മള് ഫ്രണ്ട്സിന്റെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതവിടെ കിട്ടലുണ്ട്. അത് കിട്ടിയാലേ ആ ഒരു ഫീൽഡ് ആണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവുള്ളൂ. കുറെ പോളിസീസും കാര്യങ്ങളും കൊണ്ടുവന്ന് ഇങ്ങനെ ഇപ്പം ഷിബ്ലി ബ്രോ വരുന്ന സ്ക്രിപ്റ്റിൽ ഇത് ഇങ്ങനെ മാത്രമേ പാടുള്ളൂ, അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ പാടുള്ളൂ, അല്ലെ സാറിന് ആ സ്ക്രിപ്റ്റിലേക്ക് ആഡ് ചെയ്താൽ പറ്റൂല, അത് ആ ഒരു ഇത് പോകുന്നു. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒരേ രീതിയിൽ. ശരിക്കും നമ്മളെ സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ, നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ അതിലുള്ള സെയിം സാധനങ്ങൾ തന്നെ. അപ്പം ഓഫീസിൽ എന്താണോ അത് തന്നെ നിങ്ങൾ കാണുന്നത്, അതുകൊണ്ടാണ് ആ രസം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് അല്ല അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇന്റൻഷനലി അല്ല, ആ എന്താ പറയാ, ഇപ്പൊ ഈ നിങ്ങൾക്ക് മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനോ അതൊക്കെ തന്നെ താല്പര്യം. ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പരിപാടികൾ വല്ലാതെ പിടിക്കാതിരിക്കാൻ നമ്മളൊരു സിസ്റ്റം, ഒരു ഫണ്ടായിട്ടുള്ള സിസ്റ്റം ബിൽഡ് ചെയ്തെന്നുള്ളൂ, അങ്ങനെയുള്ളൂ. ഇത് എല്ലായിടത്തും ഇത് വർക്കാവുന്ന തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങളുടെ ഒരു കമ്പനീന്റെ ഒരു സ്ട്രക്ചർ ആൻഡ് സ്വഭാവം ഉണ്ടാവും. അപ്പം എല്ലായിടത്തും ഇത് വർക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എല്ലായിടത്തും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ല, ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് തന്നെ അറിയാം, എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ഇപ്പൊ പുതിയ ഫ്രണ്ട്സ് വന്ന ആളുകളിലൊക്കെ ഉള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ പല ആളുകൾക്കും ഞാൻ തന്നെ പറയാറുണ്ട്, ഒരു പോയിന്റ് വരെ ഇതിനൊക്കെ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഒരു ബൗണ്ടറി നമ്മൾ എല്ലാത്തിനും വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവരായിട്ട് ഭയങ്കര കമ്പനി ആണെന്നുണ്ടെങ്കിലും ഒരു ദിവസം ഔട്ട് പോയിട്ടില്ലെങ്കിൽ ഞാൻ നല്ല ചീത്തറിയല്ലേ. അതായത് അതിനുള്ള ഫ്രീഡം എനിക്ക് ഓല് തന്നിട്ടുണ്ട്. ഓല് ഇനിയിപ്പോ അതിന്റെ മിസ്റ്റേക്ക് എന്നാലും എന്നോടും പറയും, അത് ഇതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് അവിടെ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇപ്പൊ എല്ലാ കമ്പനിയും ചിലപ്പോൾ അത് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞത് എത്ര ഫ്രീഡം, അല്ലെങ്കിൽ എത്ര ഫ്രീഡം കൊടുക്കാനൊന്നും നമ്മൾ ആരും അല്ല, ബട്ട് എത്ര ഒരു ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോ ഒരു ഔട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് ഓപ്പൺ ആയിട്ട് ചോദിക്കും, എന്തുകൊണ്ട് അബ്ഷി ഇന്ന് വീഡിയോ കയറിയില്ല, വീഡിയോ കയറാൻ ഡ്യൂട്ടി എനിക്കല്ലേ, നമ്മൾ ചോദിക്കും. ശരിക്കും അങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്ത് ഈ വൈബ് ഉണ്ടായോണ്ടാ. അല്ലെങ്കിൽ ഭയങ്കര ഫോർമൽ ആയിട്ട് ചോദിക്കുമ്പോൾ അതിന് ചിലപ്പോൾ അത്ര വലിയ വാല്യൂ കൊടുത്തോണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര കോർ മെമ്മറി ഈ ഒരു കമ്പനി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ക്ലയൻസ് റിലേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും? ഒരുപാട് മീൻസ് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജിന്റെ ആവശ്യക്കാരെന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നല്ല. ഞങ്ങൾ അവിടുത്തെ സ്റ്റുഡൻസ് 55 വയസ്സുള്ള ഇക്കാക്കന്മാർ വരെ നമ്മളെ സ്റ്റുഡൻസാണ്. അവരുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ റീസെന്റ് ഇപ്പോൾ ആഡ് ആൻഡ് അത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പേരക്കുട്ടികളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ആണ്. പേരക്കുട്ടികൾ അബ്രോഡാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ലാംഗ്വേജ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളൊക്കെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള റിവ്യൂസ് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് ഒരു 55 വയസ്സായ കാക്ക നമ്മളവിടെ പഠിച്ചു എന്ന് പറഞ്ഞു ഒരു ഇംഗ്ലീഷിൽ ഫുൾ ഇംഗ്ലീഷിൽ ഒരു 1.5 മിനിറ്റ് ഒരു സെൽഫി വീഡിയോ എടുത്ത് അയച്ചു തരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഭയങ്കര വലിയ ഫാക്ടറാണ്. സെക്കൻഡ് തിങ്, ഈ ജോബ് ഹണ്ടേഴ്സ് ഒരുപാട് ജോലിക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ജോബ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ കോലിക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ലാംഗ്വേജ് ആയിരിക്കും. കാരണം ഇന്റർവ്യൂ പാനലിൽ ഏതായാലും ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഇന്റർവ്യൂ പാനലിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ സ്റ്റക്കായി നിന്നിട്ട് ലാംഗ്വേജ് ഇല്ലാത്തതിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ജോലി ഇട്ടാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് നമുക്ക് നല്ല നല്ല റിവ്യൂസ് അയച്ചു തരാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയില്ല. അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫ്യൂവലാണ് ആക്ച്വലി അങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈവൻ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ യെസ് സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ അല്ലെങ്കിലും 1-2 കമന്റ്സ് ഒക്കെ നമുക്ക് ചില സമയത്ത്, കാരണം നമ്മൾ കൊടുക്കുന്ന മെത്തേഡ് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി കഴിഞ്ഞാൽ അവിടുത്തെ മെനുവിൽ എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ മെത്തേഡ് എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല. ഇപ്പം നമ്മളെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു 3 ഡേയ്സിനുള്ളിൽ നമുക്ക് അറിയാലോ ഇത് എനിക്ക് വർക്ക് ആണെന്നില്ല, ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് കൊടുക്കും. അതാണ് നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റില്ല ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തെ കാര്യം, അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റിനെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് നടത്തുക എന്നുള്ളതാണ്. സ്റ്റുഡന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3 ഫീഡ്ബാക്ക് കോൾ നമ്മളെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അവരുടെ സൈഡിൽ അവരും കൂടി എഫേർട്ട് എടുക്കേണ്ട കാര്യം. ലാംഗ്വേജ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് 2 ആളും കൂടി എഫേർട്ട് എടുക്കേണ്ട ഒരു പ്രോസസ്സാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. ഇപ്പൊ വീഡിയോസിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിലും നെഗറ്റീവ് കമന്റ്സ് 1-2 കമന്റ്സ്. പക്ഷെ വീഡിയോസിന്റെ പോസിറ്റീവ് എന്താ വെച്ചാൽ, നമ്മളെ വീഡിയോസ് കണ്ടിരിക്കുന്ന നല്ല ആളുകളെ അതിന് കമന്റ് റിപ്ലൈ കൊടുക്കും. ലൈക്ക് അവർ ഉദ്ദേശം ഇതാണ്, നിങ്ങൾ അതിനെ വേറെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ എടുത്താൽ മതി എന്ന് പറയും. അതവിടെ നിർത്തും. അതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആ. ഫണ്ണാണെങ്കിലും ഭയങ്കര ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
പിന്നെ ഒരു കാര്യം അവര് ഫണ്ട് ആക്കണം പോലും ഇല്ലാന്നില്ല. അവരങ്ങനെ ഇരിക്കുമ്പോ ആയി വരുന്ന ഒരു സാധനം ഫണ്ട്. ഞങ്ങളങ്ങനെ ഞങ്ങൾ ക്യാമറ വെക്കലാ. നമ്മള് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ഇന്ന പേപ്പറിൽ ഇന്ന അങ്ങനെ നമ്മൾ ചെയ്യലില്ല പൊതുവെ. നമുക്കൊരു സാധനം തോന്നിയാൽ ഞാൻ അത് പറയണ്ട, ഞാൻ അത് പറയാം, ലൈക്ക് അങ്ങനെ ടേക്ക് എടുത്ത് പോകണതാ. ഭയങ്കര പ്രൊഫഷണലി നല്ല ഷൂട്ട് നടക്കുന്നത്, എഡിറ്റ് ഒക്കെ പ്രൊഫഷണലിയാണ് നടക്കുന്നത്. പക്ഷെ ഷൂട്ടൊക്കെ ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയണതൊക്കെ ഒരു അഭിനയിക്കണവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഫണ്ട് എന്താ പറയുക, ഇന്റൻഷ്യലി ഉണ്ടാക്കിയ ഫണ്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അതങ്ങനെ വരുന്നതുകൊണ്ടാണ്. അതേപോലെ ഇപ്പൊ ഇങ്ങക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ, ഇത് എവിടെ എത്തി നിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും വിഷൻ? നമുക്ക് ആക്ച്വലി ഒരു ലാംഗ്വേജ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാന്. അതായത് എല്ലാ ലാംഗ്വേജും പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ പഠിപ്പിക്കുന്നത്, ബട്ട് എല്ലാ ലാംഗ്വേജും പഠിപ്പിക്കുന്ന ഒരു വലിയ ഒരു ഇതിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ തമിഴ്നാട് നമുക്ക് സ്ഥാപനമുണ്ട്, ഇംഗ്ലീഷ് കഫേ തമിഴ് ഉണ്ട് നമുക്ക്. അതായത് തമിഴിലുള്ള ആളുകളെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, കന്നഡയിലെ ആളുകളെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. യെസ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പതിയെ പതിയെ മറ്റു ലാംഗ്വേജുകളിലേക്കൊക്കെ കടക്കണം എന്ന് നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷാണ് പഠിപ്പിക്കണമെങ്കിൽ നാളെ നമുക്ക് ജർമ്മൻ പഠിപ്പിക്കണമെന്നുണ്ട്, ഫ്രഞ്ച് പഠിപ്പിക്കണമെന്നുണ്ട്. ലൈക്ക് ലാംഗ്വേജ് ആണല്ലോ ഒരു ടൂള്. അതിൽ മേജർ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. പതിയെ പതിയെ എല്ലാത്തിലേക്കും പോകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം. ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക എന്നുള്ളതാ. ഇപ്പൊ നമ്മളെ കേസിലൊക്കെ നമുക്ക് ആദ്യം ഭയങ്കര പേടി ഉണ്ടായിരുന്ന കാര്യം, നമ്പർ ഓഫ് അഡ്മിഷൻസ് കൂടുമ്പോൾ നമുക്ക് ഇത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്നുള്ള പേടി ഉണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര വലിയ പേടിയാണ്. കാരണം ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് ബാധിക്കും. പിന്നെ എനിക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ അത് ഉള്ളിൽ പെട്ടെന്ന് എടുക്കുന്ന ആളാണ്. അപ്പം അതേപോലെ തന്നെ നമ്മളെ സ്റ്റുഡൻറ്റ് നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ല. അപ്പം എപ്പോഴും ക്വാളിറ്റി നല്ല രീതി. ഇപ്പൊ ഇനിയിപ്പോൾ 1000 സ്റ്റുഡൻറ്റ് വന്നു അറ്റ് എ ടൈമിൽ, എന്നാൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ക്വാളിറ്റി നല്ലതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ക്വാളിറ്റി കാണിക്കുന്ന നമ്മുടെ ട്രെയിനേഴ്സാണ്. ട്രെയിനേഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ ട്രെയിനേഴ്സിനെ വെൽ ട്രെയിൻഡ് ആയിട്ട് മന്ത്ലി എക്സാം ഒക്കെ നടത്തിയിട്ടാണ് അവരെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അവർക്ക് നല്ല മോണിറ്ററിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പേഴ്സണൽ ലൈഫിൽ ഷിബ്ലി ബ്രോ ക്യാരി ചെയ്യുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു കൺസേൺ, അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യൂല എന്ന് പറയുന്ന ഒരു കാര്യം? പേഴ്സണൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇതൊന്നും നോക്കലില്ല. പക്ഷെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം അത് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നാലെ പോവും. എനിക്കത് അച്ചീവ് ചെയ്തെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു ലൈക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന റൂള് അങ്ങനെ അതാ. എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഏത് ലെവൽ വേണമെങ്കിൽ ഞാൻ പോയിക്കാണ്ട് ഞാൻ അത് അച്ചീവ് ചെയ്ത് കൊണ്ടുപോകും. അതാണ്. ഇപ്പം ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നമുക്കൊരു മനുഷ്യന് ഒരു 100 എനർജി ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും നമ്മളൊരു കംപ്ലീറ്റ് ഒരു എനർജി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതില് ഷിബിലി ആസ് എ ഫൗണ്ടർ, ഷിബിലി ആസ് എ പേഴ്സണൽ മാൻ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ്? ഹാഫ് ആൻഡ് ഹാഫ് ആണോ? അല്ല 60? ബിസിനസ്സിൽ എനിക്ക് കുറച്ചുകൂടെ എനർജി കൂടുതൽ, പേഴ്സണൽ ലൈഫിനേക്കാൾ കൂടുതൽ ഞാൻ കുറച്ചുകൂടെ ലൈക്ക് എൻ്റെ സമയം കൂടുതൽ അതിന് സ്പെൻഡ് ആവുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 60-40 വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതിൽ ഞാൻ ബിസിനസ്സിലാണ്. എനിക്ക് ഇഷ്ടമാണ് ആ പ്രോസസ്സ്. ഒന്നാമത് ഞാൻ ബിസിനസ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത് മാർക്കറ്റിങ്ങും സെയിൽസും മീഡിയയാണ്. 3 ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് ഒന്നിന്റെ റിസൾട്ട് ഒന്നിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പഠിക്കാനോ ഇപ്പം ഞാൻ മാർക്കറ്റ് ചെയ്തൊരു സാധനത്തിന്റെ റിസൾട്ട് എനിക്ക് സെയിൽസിൽ റിഫ്ലക്ട് ആവും. ഞാൻ മീഡിയയിൽ ചെയ്ത ഒരു വീഡിയോന്റെ റിസൾട്ട് എനിക്ക് സെയിൽസിൽ റിഫ്ലക്ട് ആവും. അപ്പൊ എനിക്ക് ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലാണ് ഞാൻ കുറച്ചുകൂടെ ഭയങ്കര താല്പര്യമുള്ള ഒരാള്. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു വൈഫ് ഉണ്ട്, നിങ്ങളൊരു പേഴ്സണൽ മാൻ ആണ്. അപ്പം എന്തായാലും ഒരു നമ്മൾ ട്രോളും റീൽസ് ഒക്കെ നമ്മൾ കാണലുണ്ട്. ഒരു ബിസിനസ്മാന്റെ വൈഫ് ആവാന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അവരെ കിട്ടൂല എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ അതൊരു ഫാക്റ്റ് ആണോ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ? ഒന്നാമത് ലൈക്ക് എന്റെ വൈഫ് ഓൾറെഡി അറിയായിരിക്കും, എന്നെ അറിഞ്ഞിട്ട് തന്നെ എല്ലാം അയച്ചിട്ടുണ്ടാവുക. രണ്ടാമത് ഇന്നേക്കാൾ തിരക്കാണ് എന്റെ ഭാര്യ. അവള് മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെക്കടിയിൽ അങ്ങനെ പ്രശ്നങ്ങളേ ഇല്ല. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി എന്റെ മീറ്റിംഗ് കഴിഞ്ഞത് ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ നിന്റെ ഭാര്യ കിടന്നുറങ്ങിയിട്ടുണ്ട്. ലൈക്ക് രാവിലെ ഞാൻ എണീറ്റ് പോയിട്ടുണ്ട്. അപ്പം ഓൾക്കും ഇന്നേക്കാൾ തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങളത് നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 2 ഓഫ് ഡേ ഉണ്ട്. സൺഡേ ഞങ്ങൾക്ക് 2 ഓഫ് ഡേ ആണ്. ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങളെ സമയം ഞങ്ങൾ ചോദിക്കാൻ കാരണം ആക്ച്വലി എനിക്ക് പേഴ്സണൽ ലൈഫിലുള്ള സീക്രട്ട് എന്നില്ല വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഒരു വൈഫുമാർക്ക്. കാരണം നമ്മൾ പൊതുവെ കേൾക്കുന്നത് സ്ത്രീകളുടെ കുറെ പ്രശ്നങ്ങളാണ്, പക്ഷെ പൊതുവെ ഞാൻ കേൾക്കാത്തത് പുരുഷന്മാരുടെ കുറെ കാര്യങ്ങളാണ്. ഇപ്പം ഒരു ബിസിനസ്മാന് അവരുടേതായിട്ടുള്ള കുറെ കൺസേൺ ഉണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്ന റീൽ എന്ന് പറയുന്നത് വൈഫുമാർക്ക് സമയം കിട്ടുന്നില്ല, വൈഫുമാർക്ക് ഗിഫ്റ്റ് കിട്ടുന്നില്ല, അവരുടെ ബർത്ത്ഡേ ഓർമ്മകൾ വെക്കുന്നില്ല, കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്കൊരു വോയിസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ബിസിനസ്മാൻ എന്നുള്ള തരത്തിലേക്ക് ഈ സ്ത്രീകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു കോമൺ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഞാൻ സ്ത്രീകളെന്നല്ല കേട്ടോ, ലൈക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്ന സാധനം അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. അപ്പുറത്തിരിക്കുന്ന ആളെ ജോബ് ഇതാണ്, അയാളെ വർക്ക് ടൈം ഇതാണ്, അയാൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്നും
ഇപ്പോഴത്തെ ഇരിക്കുന്ന ആൾ ഇതാന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഞാൻ എൻ്റെ ഭാര്യ കല്യാണം കഴിക്കാൻ പോയ സമയത്ത് ഐ മീൻ പെണ്ണ് കാണാൻ പോയ മൊമെന്റിൽ ഞാൻ പറഞ്ഞ കാര്യം, എന്നെ ഓൾറെഡി അറിയുന്ന ഐ മീൻ എൻ്റെ വീഡിയോസ് കണ്ട് കുട്ടിയായിരുന്നു. അപ്പോൾ അത് എനിക്കറിയാലോ ഞാൻ വർക്ക് ചെയ്യുന്ന കൾച്ചർ ഇങ്ങനത്താണ്. എൻ്റെ വർക്കിംഗ് ടൈം എനിക്കൊരു 9 to 5 ജോബ് അല്ല എനിക്കുള്ളത്, ബിസിനസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആളാവണം, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവള് ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ഇതിനേക്കാൾ ബിസി ഉള്ള ആളായിരുന്നു. ലൈക്ക് ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അവൾ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവൾ OT-ലാണ് വർക്ക് ചെയ്യുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ കാർഡിയാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്കൊക്കെ ഒരു ഓപ്പറേഷന് കയറി കഴിഞ്ഞാൽ രാത്രി 10 മണിക്കും 12 മണിക്കും ഇറങ്ങലുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങളെ വർക്കിന്റെ ഒരു കൾച്ചർ എങ്ങനെയാണ്, അതിന്റെ നാച്ചർ എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതിപ്പോൾ ഏത് പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബിസിനസ് എന്നല്ല കേട്ടോ, ഏത് പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും അപ്പുറത്ത് ഇരിക്കുന്ന ആളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. വേറെ ഒരു ടെക്നിക്കൊന്നും ഇല്ല. ഓക്കെ, ഇയാൾ ഇതാ ചെയ്യുന്നത്, അപ്പോൾ ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഞാൻ ഇതാ ചെയ്യണത് അയാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ക്ലിയർ, അവിടെ അങ്ങനെ പോകും. അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ പോകുന്നുണ്ട്, നാളത്തെ കാര്യം എനിക്കറിയില്ല. അങ്ങനെ തന്നെ പോകട്ടെ. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അതായത് ഒരു ബിസിനസ്മാന്റെ കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും കൂടെ അറിയണമെന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ കേസിൽ എന്താ പറയുക, നമുക്ക് 9 to 5 ജോബ് അല്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നിപ്പോ നമ്മൾ ഷൂട്ട് എടുക്കുന്ന വൈകുന്നേരം 6:30. എന്റെ ഭാര്യ 6:30 എത്തി ചില സമയത്ത്. അപ്പൊ ആ സമയത്ത് ഞാൻ നേരം കിട്ടാൻ വന്നിട്ടില്ലേ. ഇനിയിപ്പോ നമ്മൾ പോകുമ്പോൾ 9 മണി 10 മണിയൊക്കെ ആവുന്നുണ്ടാവാം. അപ്പം അത് ലൈക്ക് ഓക്കെ, അയാൾ ഇതിനാണ് പോയിട്ടുള്ളത്, ഇവർക്കില്ല ജോബിന്റെ ഭാഗമാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മതിയില്ലേ. കാരണം പൊതുവെ നമ്മൾ ഈ റീൽസ് ഒക്കെ കാണാണെങ്കിലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങൾ പറയാനവർക്ക് സമയമുണ്ട്. പക്ഷെ ഒരു ബിസിനസ്മാന് റീലിൽ ഇരുന്നിട്ട് ഒരു ബിസിനസ്മാന്റെ പ്രശ്നങ്ങൾ എന്നിട്ട് അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ ഉണ്ടാവില്ല. ഇല്ല, നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മള് ഇപ്പം ബിസിനസ് ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമ്മള് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ മാക്സിമം എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്ന, ആ സ്ട്രെസ്സിനെ നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ട് എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം മാക്സിമം. അല്ലാതെ അതെന്നെ ആലോചിച്ച് തലയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫാമിലി ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിലും കോൺസെൻട്രേറ്റ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മറ്റേതൊക്കെ ക്ലിയർ ചെയ്ത് പോവാം, പിന്നെ പ്രോബ്ലത്തിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് നമ്മൾ നോക്കല്. ഒരു വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. ഫാമിലി പ്രത്യേകിച്ചാ, ഫാമിലിന്റെ ഇതിന്റെയും കേസിൽ നോക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എത്രത്തോളം നമ്മുടെ റൂട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക്, നമ്മുടെ ഒരു സർക്കിളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അത്രത്തോളം ആയിരിക്കും നമ്മൾ ഗ്രോ ചെയ്യാന്നുള്ളത്. നമ്മൾ പൊതുവേ ഒരു തിയറിയിലൊക്കെ നമ്മൾ കാണാം, നമ്മൾ ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരൊക്കെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ചെയ്യില്ലെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ മുന്നിലുള്ള ആൾക്കാരെ തട്ടിക്കളയും. ഇവരുണ്ടെങ്കിൽ എനിക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ളിൽ അങ്ങനെ ഒരു ടോക്സിക് മോട്ടിവേഷനായിട്ട് അവിടെ നിലനിൽക്കുന്നൊരു മിത്തായിട്ട് പലരിലും കറങ്ങുന്നുണ്ട്. അപ്പൊ ശരിക്കും അത് അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലാന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിനെ പറ്റിയിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്താ? ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ 4 ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ. ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുമിച്ചുള്ള ആളുകളാണ് ഈ ബിസിനസ്സിനെ എങ്ങനെ കൊണ്ടുപോകുന്നത്. ഈവൻ നമ്മളെ ഫാമിലി ആണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ സമയം നമ്മൾ കണ്ടെത്താറുണ്ട്. അവരുടെ കൂടെ സമയം നമ്മൾ എത്ര വളർന്നാലും അവിടുന്ന് കിട്ടുന്ന സപ്പോർട്ടിന്റെ അത്ര വേറെ ഇവിടുന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മളെ ചുറ്റുള്ള സർക്കിളിൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ പോലും ലൈക്ക് നമുക്കത് ഇതുകൊണ്ടാണ് ഇന്നതെന്ന് പറഞ്ഞ് ഇതാക്കാൻ പറ്റും. ഇനി അത്ര നെഗറ്റിവിറ്റി ആണ് നമുക്ക് സ്പ്രെഡ് ചുറ്റും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് പോയാൽ മതി, വേറെ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പൊ നമ്മളെ ചുറ്റും നമ്മളെ തുടക്കം മുതലുള്ള ആളുകൾ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പം നമ്മളെ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മളെ കൂടെ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും നമ്മളെ കൂടെ, 5 വർഷം നമ്മളെ കമ്പനി തുടങ്ങിയിട്ട് 5 വർഷമാണെന്നാണ്. ആ തുടക്കം മുതൽ ആളുകളടക്കം ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. നമുക്കൊരാൾ ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മളെ കൂടെ എല്ലാ ഘട്ടത്തിലും അവർക്ക് അറിയാം. ഇപ്പൊ 5 വർഷമുള്ള ആൾക്കാർക്ക് നമുക്കറിയാം നമ്മളെ ഏറ്റവും മോശം അവസ്ഥ ഏതേനെന്നും ഏതൊക്കെ പാത്തിലൂടെ നമുക്ക് സ്ട്രഗിൾ വന്നിട്ടുള്ളതൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല. ഇൻ കേസ് നമുക്കും അവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവൂല. ഐ മീൻ ബെനിഫിറ്റ് മീൻസ് മോണിറ്ററി ബെനിഫിറ്റോ കാര്യങ്ങളോ അല്ല. നമുക്ക് മെന്റലി ആണെങ്കിലും നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും നമുക്കത് ഓക്കെ ആവില്ലെന്ന് പോയിന്റിൽ മാത്രമേ നമ്മൾ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ മൂവ് ചെയ്ത് പോവായിരിക്കും നന്നാവാന്ന് നമ്മൾ പറയാറുള്ളൂ. പിന്നെ ഇപ്പം ഷിബ്ലി ബ്രോ സംസാരിച്ചതിൽ കൂടുതലായിട്ടും ഈ ഇന്നിലുള്ള അതായത് ഉള്ളിലുള്ള ആൾക്കാരാ, പക്ഷെ പുറത്തുനിന്നുള്ള മനുഷ്യന്മാരുണ്ടാവല്ലോ, നമുക്ക് മേ ബി റാൻഡം ഹ്യൂമൻസ്, അവരുടെ അടുത്തുനിന്ന് എന്താണ്, അല്ലെങ്കിൽ ഞാൻ നോർമലി കേട്ടിട്ട് കാര്യം എന്താ പറയുക, ഈ ബിസിനസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ പല ആൾക്കാരും വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ബിസിനസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാരും നെഗറ്റീവ് പറയും, ലൈക്ക് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ.
അൽഹംദുലില്ലാ എന്റെ ലൈഫിൽ ഇന്നവരെന്നോട് ആരോടും പറഞ്ഞിട്ടില്ല. അതായത് എന്നോട് എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടില്ല ബിസിനസ് തുടങ്ങരുതെന്നോ തുടങ്ങി കഴിഞ്ഞ് ഇന്നതാവുന്നോ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് ആണ് ഇപ്പൊ അന്ന് എന്റെ കൂടെ നാട്ടിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ലൈക്ക് അബ്രോഡ് പഠിച്ചപ്പോൾ ഉണ്ടായ ഫ്രണ്ട്സ് ആണെങ്കിലും ഫുൾ സപ്പോർട്ടായിരുന്നു. എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ. എനിക്ക് നല്ല ഞങ്ങൾ 4 പേർക്കും ഞങ്ങളോട് ഇന്ന വരെ നിങ്ങൾ അത് ചെയ്യരുത് അത് ചെയ്ത് അതാവും ഇതാവും അതൊരു ഇതാണ് അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പല വീഡിയോ റീലൊക്കെ കാണുമല്ലോ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ തന്നെ റീലിട്ടുണ്ട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കുറെ നെഗറ്റീവ്സ് ഒക്കെ വരും എന്നൊക്കെ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാം. പക്ഷെ എനിക്ക് അൽഹംദുലില്ലാ അത് വന്നിട്ടില്ല. നിങ്ങളുടെ ക്വാളിറ്റിയും കൂടി ആയിരിക്കുമല്ലോ അങ്ങനെ ഞാൻ പറയും. പക്ഷെ എന്റെ സറൗണ്ടിങ്സിന്റെ ക്വാളിറ്റിയും കൂടെ ആവുമല്ലോ. ലൈക്ക് ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ മാക്സിമം അതിനെ സപ്പോർട്ട് കൊടുക്കാന്നല്ലാതെ അതിന് നമ്മൾ ഒപ്പീനിയൻസ് പറയാനും അതിന് നമ്മൾ സജഷൻസ് കൊടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് അത് അങ്ങനെ ചെയ്യാവൂ ഇങ്ങനെ ചെയ്യാവുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ഒപ്പീനിയൻസ് കുറെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവില്ല അങ്ങനെ ചെയ്താൽ ബെറ്റർ ആവില്ല അല്ലാതെ അത് തുടങ്ങരുത് അത് ചെയ്യരുത് ഇത് ചെയ്ത് മോശമായി പോയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എന്റെ സറൗണ്ടിങ്സ് വന്നിട്ടില്ല. അതിന്റെ സറൗണ്ടിങ്സിന്റെ ഒരു പോസിറ്റിവിറ്റിയാണ്. മേ ബി അതൊക്കെ ആയിരിക്കും സക്സസിലേക്ക് നയിച്ചില്ലേ. ആ മൊമെന്റിലെ ചിലപ്പോൾ ഞങ്ങൾ തളർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് പോയേനെ. ഷിബ്ലി ബ്രോ ഒരു ഡിസിപ്ലിൻഡ് പേഴ്സൺ ആണോ? അല്ലെങ്കിൽ എന്താണ് ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് ഇതാണോ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അതൊരു ഗ്രോത്തിന്റെ മാറ്റർ ആണോ? അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് പോവാന്നുള്ളതാണോ? ഞാൻ ഗോ വിത്ത് ഫ്ലോ ആണ്. ഞാൻ ഒരിക്കലും ഒരു ഞാൻ ഗോ വിത്ത് ഫ്ലോ ആണ്. അല്ലാതെ ഡിസിപ്ലിൻ ആണോ വെച്ചാൽ ഒരു പരിധി വരെ ആണ്. കാരണം നമുക്ക് ലൈഫിലൊരു പക്ഷെ നമ്മൾ കേൾക്കുന്ന ടിപ്പിക്കൽ ഡിസിപ്ലിൻ ആയിരിക്കും അല്ല. നമ്മൾ നമ്മളതായിട്ടുള്ള റൂട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നേരത്തെ എണീക്കേണ്ട സിറ്റുവേഷൻ വരായിരിക്കും. ചില ദിവസം കുറച്ച് വൈകി എണീക്കേണ്ട സിറ്റുവേഷൻ വരും. ചില രാത്രികളിൽ ചിലപ്പോൾ 12 മണിയായാലും നമുക്ക് ഉറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പൊതുവെ ഒരു ഡിസിപ്ലിൻ നമുക്ക് റൂട്ടീൻ നമ്മൾ അപ്പൊ ഒരു ദിവസത്തിന് എനിക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസവും തലേന്ന് കിടക്കുന്ന സമയത്ത് ടു ഡു ലിസ്റ്റ് വെക്കാറുണ്ട് ഞാൻ. അത് ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഷിബ്ലി ബ്രോ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് കോട്ട് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം എന്താ? അതായത് നമുക്കല്ലാണ്ട് നമുക്ക് കിട്ടും. അതായത് ഇനിയിപ്പോ ആരെന്ത് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമല്ല. പടച്ചോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടാൻ വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അത് ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ആ കാര്യങ്ങളിൽ. നമ്മളിപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വരുന്ന സമയത്താണെങ്കിലും നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന ആളുകളാണ് നമ്മൾ. അപ്പം ഒരുപാട് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാധിച്ചിട്ടുണ്ട് നമ്മളെ. പക്ഷെ അന്നൊക്കെ നമ്മൾ വിശ്വസിച്ച കാര്യമാണ് നമുക്കിത് വിധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു പോസിറ്റീവായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പൊ അതന്നെ ഞാൻ വിചാരിക്കുന്നത് നമുക്കെല്ലാം നമുക്ക് കിട്ടും. ഇതില് ഒരു സംഭവം എന്ന് വെച്ചാൽ മേ ബി നമ്മൾ ഈ വൈബിളുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആ വൈബിമില് മാത്രമായിരിക്കും നോക്കി കാണുന്നുണ്ടാവും. പക്ഷെ ഗ്രോത്ത് ഓറിയന്റേറ്റഡ് ആൾക്കാർക്കൊക്കെ ഒരു ഹിഡൻ ഡിവൈൻ കണക്ഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഉള്ളിൽ കീപ്പ് ചെയ്യുന്ന ഒരു പഠിച്ചവൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കും എന്താണ് നിങ്ങളൊരു പഠിച്ചവനെ പറ്റിയിട്ടുള്ള ഒരു പഠിച്ചവനേ ഉള്ളൂ. പക്ഷെ ഷിബ്ലി ബ്രോ കീപ്പ് ചെയ്യുന്ന ഓരോരാൾ ഓരോരോ പെർസ്പെക്റ്റീവിലായിരിക്കും നോക്കി. നമ്മൾ എന്ത് ചെയ്താലും പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്നപ്പോൾ നല്ലതാക്കിച്ചാൽ മതി. ലൈക്ക് നമ്മളിപ്പോ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും പല റൂട്ടിൽ നമുക്ക് ബിസിനസ് നടത്താം. പല മെത്തേഡിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ ഒരാൾ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ നമ്മളിപ്പം ഞാനൊക്കെ പണ്ട് എന്റെ മനസ്സിൽ വെച്ചിരുന്ന കാര്യം ഇപ്പം നമ്മളൊരു തെറ്റിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിക്കുക എന്റെ ഉമ്മി ഉപ്പി ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് തോന്നാന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക് വെക്കൂലേ. ആ സെയിം സാധനം തന്നെയാണ് ഞാൻ ബിസിനസിന്റെ കാര്യത്തിലും. നമ്മളൊരു മോശം കാര്യത്തിലേക്കാണ് പോകണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ നിന്റെ ഉമ്മി ഇപ്പൊ ഇത് ലൈവായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അവർക്ക് എന്താ തോന്നാന്ന് നമ്മൾ ബാക്ക് വെക്കൂലേ. ആ സെയിം സാധനം നമ്മൾ ചെയ്യുന്നത് സത്യം. അതായത് ഒരിപ്പോ ഒരാളിപ്പോ ഞാൻ പ്ലസ് 2 പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ഫ്രണ്ട്സിലൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സിഗരറ്റ് വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ വലിക്കുന്ന എന്റെ ഉമ്മിപ്പിയും കണ്ടു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കാൻ തോന്നും നമ്മളിത് ബാക്കിലോട്ട് പോരൂലേ. ആ സെയിം സാധനം തന്നെയാണ്. നമ്മൾ കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റ് ആക്കുന്ന പ്രശ്നം. നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്കൊരു തെറ്റിൽ നിന്ന് മാറണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് കുറെ തിയറീസും നമുക്ക് അറിയണ്ട. ജസ്റ്റ് ഒന്ന് എന്റെ ഉമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സാധനം അതാട്ടോ. അവര് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് പഠിച്ചോൺ എന്ന് പറയുന്നത് പല രീതിയിലുണ്ടാവും. അപ്പോൾ ലൈക്ക് പല രീതി നമ്മൾ കാണുന്ന നമ്മൾ തോട്ട് പ്രോസസ്സിനനുസരിച്ചാണ്. അപ്പൊ അതന്നെയാണ് ഇപ്പൊ ഇവിടെയും പഠിച്ചോൻ കാണുന്നുണ്ട്. അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഉമ്മിപ്പിയും ഡയറക്റ്റ് കാണുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല. അതാണ് ഞാൻ പിടിക്കാറില്ല. എന്തായാലും കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് സന്തോഷം. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരിക്കുന്നത് തന്നെ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ അറിയില്ല. നിങ്ങൾ വീഡിയോസിൽ കാണുന്നതല്ലാതെ നിങ്ങളാണ് ഫൗണ്ടർ എന്നുള്ളത് ഞാൻ പലർക്കും അറിയില്ല. എന്നോട് തന്നെ പലരും ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ഐഷയുടെ കമ്പനിയാണോ അഭിഷയുടെ കമ്പനിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളവിടെ ഓക്കെ നാളല്ലത് ലൈക്ക് നമ്മള് മോളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരിക്കലും ഇട്ടല്ല കേട്ടോ. ലൈക്ക് ഞാൻ പറയില്ല നമ്മളെ ആൾക്കാർ തന്നെ എല്ലാവരും പറയാറ്. മോളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ലൈക്ക് നിങ്ങളെ ഓണർ പോലെ അല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്ക് സന്തോഷമില്ല കാര്യം ലൈക്ക് നമ്മളിപ്പം ആരറിയപ്പെടുന്നു. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നു എന്റെ കമ്പനിയുടെ പേരിലാണ്. ഞാൻ എന്റെ ഇംഗ്ലീഷ് കഫേയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ സന്തോഷം വേറെ ഒന്നും ഇല്ലല്ലോ.
ലൈക്ക് അതിന്റെ അത്ര സന്തോഷം നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. ഇപ്പൊ ഞാൻ ഐഷ ആണെങ്കിലും ഹരി ആണെങ്കിൽ പറയാം ഇംഗ്ലീഷ് കഫേയിൽ ഐഷുത്താന്നാ പറയല്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കഫേയിൽ അപ്ഷി എന്നാ നമ്മൾ പറയാറ്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെ. എങ്ങനെ പോലും നമ്മുടെ കമ്പനിയാണ് അറിയപ്പെടുന്നത്, ഇത്ര നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സംഭവം ഇവര് ഭയങ്കര സംഭവം. പക്ഷെ ഇവരുടെ സംസാരത്തിലൊക്കെ ആ ഒരു ഹംബിൾനെസ് ഉണ്ടല്ലോ, എപ്പോഴും ബോവായിട്ട് സംഭവമല്ല, അതാണ് അതങ്ങനെ തന്നെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിൽക്കുന്നത്. ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമ്മളെല്ലാവരും. താങ്ക് യു സോ മച്ച്.